Okay, good morning. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. നമ്മുടെ കഴിഞ്ഞ ദിവസം പുതിയൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാനേ. അതെ, നമ്മളിപ്പോ എടുത്തുകൊണ്ടിരിക്കുന്നത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. ഏതാണ് എടുക്കണം? നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മെഡിക്കൽ എക്യുപ്മെന്റ്സ് കേട്ടോ. നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ ആണ്? നിങ്ങളുടെ എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് വെച്ചാൽ ഒന്ന് മെൻഷൻ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും സംശയമാണ്, 2-3 ക്ലാസ് കഴിഞ്ഞാൽ ഏതാണ് ചാപ്റ്റർ എന്ന് സംശയമാണ്. ഓക്കെ, ശരി. പിന്നെ ഒരു 12:30 വരെയാണല്ലോ ക്ലാസ്. അപ്പൊ ഞാനൊരു 12:25 ആവുമ്പോൾ ക്ലാസ് അവസാനിപ്പിക്കും. ഒരു 5 minutes നിങ്ങൾ ലെഫ്റ്റ് ചെയ്യരുത്, അവിടെ ഇരിക്കണം കേട്ടോ. ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അവിടെ പെട്ടെന്ന് ലെഫ്റ്റ് ചെയ്ത് പോകരുത്. നിങ്ങൾക്ക് വിശപ്പാണല്ലോ, പെട്ടെന്ന് നിങ്ങൾ ഓടി പോകൂലോ. അങ്ങനെ പോകരുത്. 5 minute വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ 33 ആണ് നിങ്ങളുടെ ചാപ്റ്റർ കേട്ടോ. ഡീഫെബ്രിലേറ്റർ എന്താണ് ചെയ്യാ? വലിയ സർപ്രൈസ് എന്ന് പറയാൻ ചെറിയ സർപ്രൈസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ഭയങ്കര ഇതൊന്നല്ല. ഓക്കെ, ശരി, തുടങ്ങാം. അപ്പൊ നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ ജസ്റ്റ് തുടങ്ങി വെച്ചിരുന്നു. അപ്പോ അതിനകത്ത് വെക്കേഷൻ ആണോ? വെക്കേഷന്റെ കാര്യങ്ങള് നിങ്ങളെ ഓഫീസിൽ നിന്ന് അറിയിക്കും. ഓക്കെ, നിങ്ങളെ ഇന്റിമേറ്റ് ചെയ്യും. ശരി, അടുത്തത് ഓക്കെ, നമ്മള് ക്ലാസ്സിലോട്ട് വരാം കേട്ടോ. നമുക്ക് അപ്പൊ ഫസ്റ്റ് എക്യുപ്മെന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു, ഡീഫിബ്രിലേറ്റർ അല്ലെ. ഡീഫിബ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹൃദയത്തിനകത്തേക്ക് നമ്മൾ ഒരു വൈദ്യുത ഷോക്ക് അല്ലെ, ഒരു ഇലക്ട്രിക് പൾസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഒരു ഹാർട്ട് ബീറ്റ് സാധാരണഗതിയിൽ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണിത് ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വായിച്ചതാണ് കേട്ടോ അതൊക്കെ. വാരിയസ് ടൈപ്സ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് വേസ്. ഞാൻ പറഞ്ഞല്ലോ, പലതരത്തിലുള്ള ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. AED ഉണ്ട്, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, മാനുവൽ ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്, ഇംപ്ലാന്റബിൾ കാർഡിയോവേർട്ടർ ഡീഫിബ്രിലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം വ്യത്യസ്ത രീതിയിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ പിന്നെ പറഞ്ഞത് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അത് എഫ് അല്ല, ഇ എന്നാക്കണം കേട്ടോ. അത് നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം തിരുത്താനായിട്ട്. AFD അല്ല, AED ആണ് കേട്ടോ. ED, E ഫോർ എക്സ്റ്റേണൽ കേട്ടോ. Automated external defibrillators, which are commonly seen in many public spaces, are used to save the lives of people who experience the cardiac arrest. അതായത് സാധാരണയായിട്ട് പൊതു ഇടങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു എന്താ പറയുക ഡീഫിബ്രിലേറ്റർ ആണ് AED എന്ന് പറയുന്നത്, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അത് വന്നിട്ട് കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെ വരുന്ന പേഷ്യൻസിന്റെ അവരുടെ ലൈഫ് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണമാണ് കേട്ടോ. എന്ന് കരുതി എല്ലാ പബ്ലിക് സ്പേസിലും ഇത് കാണാൻ പറ്റില്ല, പക്ഷെ ചില ഇടങ്ങളിലൊക്കെ ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഡീഫിബ്രിലേറ്റർ. ഇനി നിങ്ങൾ ഇതിന്റെ ചിത്രം നോട്ട് ചെയ്തിരുന്നു. ചിത്രം തന്നിട്ട് നിങ്ങൾക്ക് ഏത് മെഡിക്കൽ എക്യുപ്മെന്റ് ആണെന്ന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ നോക്കൂ, ഈ ചിത്രം നോക്കി വെക്കാം. ഇതാണ് ഡീഫിബ്രിലേറ്റർ കേട്ടോ. ഇതിനകത്ത് ഇത് രണ്ടെണ്ണം കണ്ട്, ഇതാണ് ഇലക്ട്രോഡ് പാഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇലക്ട്രോഡ് പാഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മറ്റേ രാജാറാണി സിനിമയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതിനകത്തുണ്ട് കേട്ടോ അത്. അപ്പൊ നോക്കാം ഇതെങ്ങനെയാണ്. ജസ്റ്റ് ഒരു 4 സ്റ്റെപ്സുകള് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാതെ. ഒന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് കേട്ടോ. നോക്കൂ, ഈ ഇലക്ട്രോഡ് പാഡ്സുകൾ നമ്മൾ ഓപ്പൺ ചെസ്റ്റിലാണ് വെക്കുക കേട്ടോ. ഓപ്പൺ ചെസ്റ്റിലാണ് വെക്കുക. ആ വെക്കുന്ന രീതിയാണ് കണ്ടോ. ഈ 2 പാഡ്സ് നോക്കി, ഒരെണ്ണം നമ്മൾ എവിടെ വെക്കുക? റൈറ്റ് സൈഡിലാണ് വെക്കുക കേട്ടോ. പേഷ്യന്റിന്റെ റൈറ്റ് സൈഡിൽ, ഒരെണ്ണം റൈറ്റ് സൈഡിലും, പിന്നെ ഒരെണ്ണം വന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് നമ്മുടെ ഏകദേശം ഹാർട്ടിന്റെ ഏകദേശം അടിഭാഗത്തുള്ള ആ ഒരു ലെവലിലാണ് വെക്കുക. ഈ രീതിയിലാണ് അത് പ്ലേസ് ചെയ്യുക കേട്ടോ. ഇലക്ട്രോഡ് പാഡ്സ് പ്ലേസ് ചെയ്യുക. ഇനി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം? ഒരു 4 സ്റ്റെപ്പുകളിൽ അവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തത് ടേൺ ഓൺ AED ട്ടോ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ ആദ്യം ഓൺ ചെയ്യുന്നു. ഓക്കെ, ഓൺ ചെയ്തതിന് ശേഷം എന്താണ്? ഓൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എക്യുപ്മെന്റ്, അതിന്റെ സിസ്റ്റംസ് അത് സ്വയം പരിശോധിക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പില് അറ്റാച്ച്
ഇലക്ട്രോഡ് പാഡ്സ് കേട്ടോ. ഇതാണ് ഇലക്ട്രോഡ് പാഡ്സ്, ഈ രണ്ടെണ്ണം അത് അറ്റാച്ച് ചെയ്യും. ആരുടെ? പേഷ്യന്റിന്റെ ഓപ്പൺ സിസ്റ്റില് കണ്ടോ അറ്റാച്ച് ചെയ്യുന്ന രീതിയാണ്. അതായത് കണക്റ്റഡ് ഇലക്ട്രോഡ് പാഡ്സ് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുക കേട്ടോ. അത് അറ്റാച്ച് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? AED അനലൈസിസ് കാർഡിയാക് റിതം. അപ്പൊ ഈ AED എന്ത് ചെയ്യും? നമ്മുടെ ഹാർട്ടിന്റെ ബീറ്റ്, ആ റിതം ഉണ്ടല്ലോ അത് അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കൊരു തരം എന്താ പറയുക, ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ബീറ്റ് കിട്ടണം. ഞെട്ടിക്കുന്ന താളം ഒരു ബീറ്റ് നമുക്ക് ഉണ്ടോ എന്നുള്ളത് അത് അനലൈസ് ചെയ്യും. അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വെച്ച് കഴിഞ്ഞിട്ട് അവര് എല്ലാം ഓൾ ക്ലിയർ ആണോ എന്ന് ചോദിക്കും. ഓൾ ക്ലിയർ എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ് അവര്? പ്രസ് ദ ഷോക്ക് ബട്ടൺ പ്രസ് ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് നമ്മുടെ ഹാർട്ടിലോട്ട് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഷോക്ക് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആ ഒരു ഷോക്ക് കൊടുക്കുന്നു, വീണ്ടും AED അനലൈസ് ചെയ്യുന്നു. ചിലപ്പോൾ ആദ്യത്തെ ഒരു ഷോക്കില് കയറി പോരണമെന്നില്ല, രണ്ടാമത് നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിട്ട് വരും. ഓക്കെ, അപ്പൊ അതിനെ ഒരു എന്താ പറയാ, വളരെ ഒരു ബീറ്റ് കിട്ടണം. ഒരു ബീറ്റ് കിട്ടിയാലാണ് അതിൽ നിന്നാണ് ആ ഒരു ഇലക്ട്രിക് ഷോക്ക് കൊടുത്തിട്ട് ഹാർട്ടിന്റെ ഇത് നമ്മൾ റീഗെയിൻ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ചിലപ്പോൾ ആദ്യത്തെ ഒരു ഷോക്കില് ചിലപ്പോൾ റീഗെയിൻ ചെയ്യണമെന്നില്ല, ചിലപ്പോൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതായിട്ട് വരും. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ CPR കൊടുക്കുക. അപ്പോ ഒരു പക്ഷെ ഇയാളുടെ ഹാർട്ട് ബീറ്റ് പുനഃസ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുവഴി അയാളുടെ ലൈഫ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ഡീഫിബ്രിലേറ്റർ. സിനിമ നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ, സിനിമയ്ക്ക് അടുത്ത് കാണിക്കുന്നില്ല സംഭവം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഡീഫിബ്രിലേറ്റർ മനസ്സിലായല്ലോ. അടുത്തതാണ് തെർമോമീറ്റേഴ്സ്. മിക്കവർക്കും അറിയാം അല്ലെ? അതില് തെർമോമീറ്റേഴ്സിന്റെ ഒക്കെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും 4 ടൈപ്പ് തെർമോമീറ്റേഴ്സ് ആണ് ഉള്ളത്. 4 ടൈപ്പ് ഏതൊക്കെയാണെന്ന്? ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് കേട്ടോ. ഡിജിറ്റൽ തെർമോമീറ്റർ ഈ ചിത്രം കണ്ടോ നിങ്ങള്? 3ാമത്തെ ചിത്രം മിക്കവരുടെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഡിജിറ്റൽ തെർമോമീറ്ററിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഗീവ്സ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട്. അത് വളരെ എന്താ പറയുക, വേഗത്തിലും വളരെ കൃത്യവുമായിട്ടുള്ള ഒരു റിസൾട്ട് തരുന്ന തെർമോമീറ്റർ ആണിത് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഗീവ്സ് ഫാസ്റ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ആക്യുറേറ്റ് റിസൾട്ട് കേട്ടോ. വളരെ വേഗത്തിലും കൃത്യതയോട് കൂടിയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് ഈ ഒരു ഡിജിറ്റൽ തെർമോമീറ്റർ നമുക്ക് തരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ചിത്രം ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ കാണിച്ചു തരാം കേട്ടോ. രണ്ടാമത്തേതാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, ഇയർ എന്ന് പറയുമ്പോൾ ചെവിയിൽ വെക്കുന്നതാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ, മറ്റൊരു പേരും കൂടെ അതിന് പറയും ടിംപാനിക് തെർമോമീറ്റർ. ഇതും കൂടെ പറയും ടിംപാനിക് തെർമോമീറ്റർ എന്നും അതിന് ഒരു പേരുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ടിംപാനിക് ഓർ ഇയർ ആണ് കേട്ടോ. കാർ എന്നാണ് എഴുതി വെച്ച്, കാറല്ല ഇ ആണ് കേട്ടോ. CE ആക്കാം. ടിംപാനിക് ഓർ ഇയർ തെർമോമീറ്റേഴ്സ് മെഷർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ ബൈ ദ വേ ഓഫ് ഇൻഫ്രാറെഡ് റേ ടെക്നോളജി. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ IR സാങ്കേതിക വിദ്യ, അതായത് ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇയർ കനാലിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണിത് ഇലക്ട്രോണിക് ഇയർ ഇത് നോട്ട് ചെയ്യണോന്നാ. ഇത് നോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെന്റൻസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏത് തെർമോമീറ്റർ ആണെന്ന് നിങ്ങളോട് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ ഇത്തരത്തില് ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മുടെ എന്താണ് ഇയർ കനാലിലുള്ള ആ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു തെർമോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ. മറ്റൊരു പേരും കൂടെ പഠിച്ചു വെക്കുക, ടിംപാനിക്. കണ്ടോ, തുടക്കം എഴുതിയിട്ടുണ്ട് കേട്ടോ, ടിംപാനിക് തെർമോമീറ്റർ. എന്തുകൊണ്ട് ഇതിന്റെ ടിംപാനിക് എന്ന് പറയാൻ കാരണം, നമ്മുടെ ഇയർ ഡ്രം ഉണ്ടല്ലോ, ചെവിക്കകത്ത് കർണപടം എന്നൊക്കെ നമ്മൾ പറയും, ഇയർ ഡ്രം എന്നാണ് പറയാ. ആ ഒരു ഇയർ ഡ്രമ്മിനെ എന്താ പറയാ കവർ ചെയ്തിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് ടിംപാനിക് മെംബ്രെയിൻ എന്നാണ് അതിനെ പറയുക. ടിംപാനിക് മെംബ്രെയിൻ എന്നാണ് പറയുക. ആ ഒരു പേരിൽ നിന്നാണ് ഇതിന് ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ ഇൻഫ്രാറെഡ് ടെക്നോളജിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോ ഈ ഒരു തെർമോമീറ്ററിനകത്ത് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉണ്ട്, IR സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് നമ്മളിങ്ങനെ ചെവിയിൽ അകത്തേക്ക് വെക്കുന്ന സമയത്ത് ഈ നമ്മുടെ ഇയർ ഡ്രം ഉണ്ടല്ലോ, കർണപടം എന്ന് പറഞ്ഞ സംഭവം, അതിൽ നിന്ന് പുറത്തുവിടുന്ന താപവികിരണങ്ങളെ കണ്ടെത്തിയിട്ട് അത് സെൻസ് ചെയ്യാനായിട്ട് ഈ പറയുന്ന തെർമോമീറ്ററിൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ സഹായിക്കും. നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഹീറ്റ് റേഡിയേഷൻസ് പുറത്തേക്ക്
വിടുന്നുണ്ട്. അതിലൊരു ഭാഗമാണ് നമ്മുടെ ഇയർ ഡ്രം എന്ന് പറയുന്നത്. ഈ ഇയർ ഡ്രമ്മിന് പുറത്ത് വിടുന്ന താപവികിരണങ്ങൾ കണ്ടെത്താനായിട്ട് ഈ തെർമോമീറ്ററിനകത്തുള്ള ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഇൻഫ്രാറെഡ് സെൻസർ എന്ത് ചെയ്യും? ഈ ഒരു ഇയർ ഡ്രമ്മിന് പുറത്ത് വരുന്ന ആ ഹീറ്റ് റേഡിയേഷൻസിനെ കൃത്യമായിട്ട് മെഷർ ചെയ്യും. ഓക്കെ, മെഷർ ചെയ്തിട്ട് അതിൽ നിന്ന് വരുന്ന താപനിലയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ബോഡി ടെമ്പറേച്ചർ അളക്കുന്നത്. ബോഡി ടെമ്പറേച്ചർ കണക്കാക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീര ഊഷ്മാവ് കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ പിന്നെ ഒരു ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് അവിടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ ഇൻഫ്രാറെഡ് ടെക്നോളജി ഉപയോഗിക്കുന്നത്? അതിനൊരു വേറെ കാര്യമുണ്ട്. എന്ന് വെച്ചാല് നമ്മൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉപയോഗിക്കുമ്പോൾ ദാറ്റ് ഈസ് ഈസി ടു കംഫർട്ട് ആൻഡ് റിഡ്യൂസ് ദ കണ്ടാമിനേഷൻ. നമ്മൾ ടച്ച് ചെയ്യുന്നില്ല, വിത്തൗട്ട് ടച്ചിങ്, അത് സ്കിന്നിലോട്ട് നേരിട്ട് ടച്ച് ചെയ്യുന്നില്ല. റേഡിയേഷൻസ് ആണല്ലോ, സെൻസർ ചെയ്യാനുള്ളത്. അപ്പൊ നേരിട്ട് നമ്മൾ സ്കിന്നിൽ ടച്ച് ചെയ്യുമ്പോൾ വരുന്ന ആ കണ്ടാമിനേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ രോഗിക്കുള്ള ഒരു ഡിസ്കംഫർട്ട് അതും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ റേഡിയേഷൻസ് ആയതുകൊണ്ട് ഇത് എളുപ്പം സെൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇൻഫ്രാറെഡ് ടെക്നോളജി അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ക്ലിയർ ആയോ? അതാണ് കേട്ടോ. അതിന്റെ മറ്റൊരു പേരാണ് ടിംപാനിക് തെർമോമീറ്റർ. ടിംപാനിക് ഓർ ഇയർ തെർമോമീറ്റേഴ്സ് മെഷർ ദ ടെമ്പറേച്ചർ ഇൻസൈഡ് ദ ഇയർ കനാൽ ബൈ ദ വേ ഓഫ് ഇൻഫ്രാറെഡ് റേ ടെക്നോളജി. ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇയർ കനാലിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതിലൂടെ നമ്മൾ ബോഡി ടെമ്പറേച്ചറും കൂടെ മെഷർ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു ഉപകരണമാണ് ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിന്റെ ചിത്രം നിങ്ങൾ ഇതിൽ കണ്ട് കൊടുത്തിട്ടില്ല, കാണിച്ചു തരാം കേട്ടോ. പിന്നെ സ്ക്രീൻ ഒന്ന് നോക്കണേ. കണ്ടോ? സ്ക്രീൻ ഒന്ന് നോക്കിയേ, കണ്ടോ? ഇതാണ് കേട്ടോ സംഭവം. ഇതാണ് നമ്മുടെ ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഇനി വേറൊരു പിക്ചറും കൂടി ഉണ്ട്. ഓക്കെ, കണ്ടോ? ഈ ചിത്രം കണ്ടോ നിങ്ങള്? ഇതാണ് കണ്ടോ? അറ്റത്തൊരു ഇതുപോലെ ഇത് നമ്മുടെ ചെവിയുടെ ഉള്ളിലോട്ട് വെക്കുവാണ് കേട്ടോ. അതിനകത്ത് ഇൻഫ്രാറെഡ് സെൻസേഴ്സ്. കണ്ടല്ലോ ചിത്രം? ഓക്കെ ആണല്ലോ? ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ടിംപാനിക് തെർമോമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടല്ലോ? അപ്പൊ നമുക്ക് സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇപ്പൊ കാണുന്നുണ്ടല്ലോ? സ്ക്രീൻ കാണുന്നില്ലേ? ഇതാണ് കേട്ടോ ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്റർ അഥവാ ടിംപാനിക് തെർമോമീറ്റർ. കാരണം അതിന്റെ ചിത്രം അവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അടുത്തത് നോക്കാം, ഫോർ ഹെഡ് തെർമോമീറ്റേഴ്സ്. ഫോർ ഹെഡ് തെർമോമീറ്റേഴ്സ് നോക്കി, അത് ഇതേ സംഭവം. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ ഈ പറയുന്നത്. ഫോർ ഹെഡ് തെർമോമീറ്റർ എന്ന് പറയാൻ കാരണം നെറ്റിയിൽ വെച്ചിട്ടാണ് ടെമ്പറേച്ചർ അത് മെഷർ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ വെച്ചാൽ മതി, ഇപ്പൊ തന്നെ ടെമ്പറേച്ചർ അറിയാൻ പറ്റും. ഫോർ ഹെഡ് തെർമോമീറ്റേഴ്സ് യൂട്ടിലൈസ് ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ടു മെഷർ ദ ടെമ്പറേച്ചർ. ഇതുപോലെ തന്നെ എന്താണ് നമ്മുടെ ശരീര ഊഷ്മാവ്. ഓക്കെ, കൊറോണ ടൈമിൽ ഓക്കെ സാധ്യത. അതായത് നമ്മുടെ ആ സമയത്ത് ആരെങ്കിലും ടച്ച് ചെയ്യാനൊന്നും പാടില്ലല്ലോ. അപ്പൊ ഈ സംഭവം ഇങ്ങനെ അകലെ വെച്ച് നോക്കിയാലും മതിയല്ലോ. ഓക്കെ, അപ്പൊ ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വിത്തൗട്ട് ടച്ചിങ് സ്കിന്നിൽ ടച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ഒരു കണ്ടാമിനേഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും, പേഷ്യന്റിന്റെ ഡിസ്കംഫർട്ട് കുറയ്ക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ നോക്കുക, നമ്മള് ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഫ്രാറെഡ് സെൻസേഴ്സ് ഉപയോഗിക്കുന്ന മറ്റൊരു തെർമോമീറ്റർ ആണ് ഫോർ ഹെഡ് തെർമോമീറ്റർ എന്ന് പറയുന്നത്. കണ്ടല്ലോ? ഇതാണ് കേട്ടോ. ഇനി അടുത്തതാണ് ഇത് ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റർ. അത് മിക്കവാറും നമ്മൾ എല്ലാവരും പണ്ട് മുതലേ ഉള്ളതാണ് അല്ലെ. ഇതിന് അടുക്കത്തെ ചിത്രം കണ്ടോ നിങ്ങള്? അതാണ് കേട്ടോ ഗ്ലാസ് ആൻഡ് മെർക്കുറി തെർമോമീറ്റേഴ്സ്. Mercury thermometers give precise temperature readings and can be used orally, rectally or under the arm. അപ്പോ ഈ പറയുന്ന മെർക്കുറി തെർമോമീറ്റർ എന്ന് പറയുന്നത് ഇതിന് തന്നെ മറ്റൊരു പേരാണ് ഗ്ലാസ് തെർമോമീറ്റർ കേട്ടോ. അത് നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള റീഡിംഗ് തരും. പ്രിസൈസ് ടെമ്പറേച്ചർ റീഡിങ്സ്, വളരെ കൃത്യമായിട്ടുള്ള റീഡിംഗ് ആണ് അത് തരുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി, നമുക്ക് വായിൽ വെക്കാറുണ്ട്, വായിൽ വെച്ച് നമുക്ക് മെഷർ ചെയ്യാം. അതുപോലെ തന്നെ അണ്ടർ ആർംസ് അല്ലെ, പൊതുവെ നമ്മൾ അണ്ടർ ആർംസിൽ വെച്ചിട്ടാണ്, കക്ഷത്തിൽ വെച്ചിട്ടാണ് അത് ടെമ്പറേച്ചർ മെഷർ ചെയ്യാറ്. പിന്നെ റെക്ടലി യൂസ് ചെയ്യാം കേട്ടോ. റെക്ടലി എന്ന് പറഞ്ഞാൽ എന്താണ്? റെക്ടലി എന്ന് വെച്ചാൽ മലദ്വാരമാണ് കേട്ടോ. അതുവഴിയും ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ 4 തെർമോമീറ്ററുകൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചിത്രങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ചിത്രം തന്നിട്ട് ഏത് തെർമോമീറ്റർ ആണെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഫോർ ഹെഡ് ആണെന്നും ഇത് ഡിജിറ്റൽ തെർമോമീറ്റർ ആണെന്നും ഇത് ഗ്ലാസ് ഓർ മെർക്കുറി തെർമോമീറ്റർ ആണെന്നും കണ്ടാൽ തിരിച്ചറിയണം.
കേട്ടോ. അതുപോലെ ഡിഫിബ്രിലേറ്ററിന്റെ ഒക്കെ ഓരോ പിക്ചർ ഇത് വായിക്കുന്നതോടൊപ്പം തന്നെ പിക്ചർ നല്ലപോലെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നോക്കി മനസ്സിലാക്കി വെക്കാം. മൂന്നാമത്തതാണ്, ഇതും നമുക്ക് അറിയാവുന്നതാണ്. എന്താണ്? ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് അല്ലെ? ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ്, അതിന്റെ ഒരു പേര് പറയും. എന്താണെന്ന് അറിയാം അതിന്റെ പേര്? സ്വിഗ്മോ മാനോമീറ്റർ. എന്താണ് പറയാ? സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് അതിന് പറയാം. നമുക്ക് വായിക്കാം, എല്ലാം നോട്ട് ചെയ്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ബ്ലഡ് പ്രഷർ ഗേജ് ഓർ ബ്ലഡ് പ്രഷർ മോണിറ്റർ ഈസ് എൻ എക്യുപ്മെന്റ് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ. എന്താണ് ബ്ലഡ് പ്രഷർ അപ്പാരറ്റസ് എന്ന് പറഞ്ഞത്? ഈ അപ്പാരറ്റസ് ആണ്. അത് വന്നിട്ട് എന്താണ്? പ്രഷർ ചെക്ക് ചെയ്യാൻ ഇവിടെ പറയുന്നത് യൂസ്ഡ് ടു മെഷർ ലോസ്റ്റ് പ്രഷർ എന്നാണ്. ലോസ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിത് റാപ്പ് ചെയ്തിട്ട് കയ്യിലൊരു ഷീറ്റ് വെച്ച് റാപ്പ് ചെയ്യുമല്ലോ, റാപ്പ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ ഇത് ഈ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. ഇതിന് നമ്മൾ മാനോമീറ്റർ എന്നാണ് കേട്ടോ പറയുന്നത്. കണ്ടോ, ഇതൊരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. അതിന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ മെർക്കുറിയുടെ ലെവൽ ഇങ്ങനെ ഹൈറ്റിലോട്ട് പോകും, മുകളിലോട്ട് പോയിട്ട് പിന്നെ പെട്ടെന്ന് അത് താഴോട്ട് വരും. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? മുകളിൽ പോയിട്ടത് കീഴ്പോട്ടേക്ക് വരും. അതാണ് ആ മുകളിൽ പോയിട്ട് താഴോട്ട് വരുന്നുണ്ട്, ലോസ്റ്റ് ആണ് പ്രഷർ. അവിടെ ആ ഒരു ലോസ്റ്റ് പ്രഷർ ആണ് അവിടെ മെഷർ ചെയ്യുന്നത് കേട്ടോ. അതിലൂടെ നമുക്ക് ബ്ലഡ് പ്രഷർ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കാം, ഇതിന്റെ പേരാണ് സ്വിഗ്മോ മാനോമീറ്റർ കേട്ടോ. എന്താണ് ഇതിന്റെ പേര്? സ്വിഗ്മോ മാനോമീറ്റർ. സ്വിഗ്മോ മാനോമീറ്റർ ഇൻക്ലൂഡ്സ് എന്തൊക്കെ ഭാഗങ്ങളാണ് ഇതിനകത്ത് വരുന്നത്? ഇൻഫ്ലേറ്റബിൾ കഫ്. എന്താണ് ഇൻഫ്ലേറ്റബിൾ കഫ്? അതെ, ഈ സംഭവം കൊണ്ട് റാപ്പ് ചെയ്യുന്നത്, നമ്മുടെ ആമില് റാപ്പ് ചെയ്യുന്ന ആ സംഭവം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻഫ്ലേറ്റബിൾ കഫ് എന്ന് പറയുന്നത്. ഇൻഫ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വീർപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഈ കളർ കണ്ട ഇത്, ഈ സംഭവം കേട്ടോ, ഈ ഒരു ഷീറ്റ് പോലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലെക്സിബിൾ റബ്ബർ എന്താ പറയാ ബ്ലാഡ് ഇതാണ് കേട്ടോ. ഒരു ഫ്ലെക്സിബിൾ റബ്ബർ ബ്ലാഡർ ആണ്. അത് വന്നിട്ട് അത് തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് വരുന്നത്, തുണിയിൽ പൊതിഞ്ഞിട്ടാണ് വരുന്നത്. അതാണ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നത്? റാപ്പ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു മെഷറിംഗ് യൂണിറ്റ് ഉണ്ട്. മെഷറിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് സംഭവം. അതിന് മാനോമീറ്റർ എന്നാണ് പറയാ കേട്ടോ, മാനോമീറ്റർ എന്നാണ് പറയാ. പിന്നെ എന്താണ്? ആൻഡ് എ മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ. ഈ സംഭവം വെച്ചിട്ട് അത് ഇൻഫ്ലേറ്റ് ചെയ്യാൻ, അത് വീർപ്പിക്കാനായിട്ട് ഒരു മെക്കാനിസം ഉണ്ട്. വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. അത് നമുക്ക് മാനുവലി ഹാൻഡിൽ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് ഒരു സംഭവം ഉണ്ട്. അതാണ് ബൾബ് പമ്പ്. കണ്ടോ, ഈ ബൾബ് പമ്പ് നമ്മൾ മാനുവലി ആണ് യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഇത് വീർക്കാൻ തുടങ്ങും. ഈ ഒരു ഇൻഫ്ലേറ്റഡ് കഫ് ഉണ്ടല്ലോ, അത് വീർക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മള് എന്താണ് പറയാ? ബൾബ് പമ്പ് എന്നാണ് കേട്ടോ പറയാം. ബൾബ് പമ്പ് എന്നാണ് പറയാം ഈ സംഭവം. അത് മാനുവലി യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അതിന്റെ മെക്കാനിസം ഫോർ ഇൻഫ്ലേഷൻ വിച്ച് ക്യാൻ ബി ഹാൻഡിൽഡ് മാനുവലി. ഈ സംഭവം നമ്മൾ ഈ ഷീറ്റ് ഉണ്ടല്ലോ, ഇൻഫ്ലേറ്റഡ് കഫ്, അത് നമ്മുടെ ആമിൽ വെച്ച് റാപ്പ് ചെയ്യുന്നു. അതന്നെ, അതിന്റെ മെഷർ കാണിക്കാം. അത് തന്നെ. അപ്പൊ ഈ റാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബൾബ് പമ്പ് ഉണ്ടല്ലോ, അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് ഇവർ എന്ത് ചെയ്യും? ആ ബൾബ് പമ്പ് ഇങ്ങനെ പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്താണ്? ഭയങ്കര ടൈറ്റ്നെസ് അനുഭവപ്പെടും അല്ലെ? വല്ലാണ്ടൊരു ടൈറ്റ്നെസ് വരും ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വരെ. അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ കഫിനെ നമ്മൾ വീർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു റബ്ബർ ബ്ലാഡർ ആണ്. അപ്പൊ അതിനകത്ത് എന്താണ്? വീർപ്പിക്കുകയാണ്. അതിങ്ങനെ വീർക്കുമ്പോൾ ഒരു ശരിക്കും അവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡ് ഉണ്ടല്ലോ, ബ്ലഡിന്റെ ഫ്ലോ, അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ, അതിനെ ഒന്ന് ഒരു ടൈമില് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അത്രയും മുറുക്കാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇങ്ങനെ നിറയ്ക്കുമ്പോൾ ഇത് വീർക്കും. ഇൻഫ്ലേറ്റഡ് കഫ് വീർക്കും തോറും നമ്മൾക്ക് ടൈറ്റ്നെസ് അനുഭവപ്പെടും. ശരിക്കും ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ ആർട്ടറിയിലൂടെ പോകുന്ന ബ്ലഡിന്റെ ഫ്ലോയിനെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ അത്രയും ടൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. അപ്പൊ ഇത് മോളിൽ പോകും, ഒരു പെർട്ടിക്കുലർ ടൈം മോളിൽ പോകും ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ. പിന്നെ അത് റിലീസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ താഴെ വരും. അപ്പൊ നമുക്ക് കുറച്ചൊരു ലൂസ്നെസ്സും ഫീൽ ചെയ്യും. ഇതാണ് ലോസ്റ്റ് പ്രഷർ ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സ്വിഗ്മോ മാനോമീറ്റർ എന്നാണ് കേട്ടോ അതിന്റെ പേര്. അടുത്തതാണ്, അടുത്ത എക്യുപ്മെന്റ് ആണ്. ചിത്രം നോക്കുക കേട്ടോ. ലാരിംഗോസ്കോപ്പ്. ലാരിംഗോസ്കോപ്പ്. ഓക്കെ, ഇതെന്താണ് സംഭവം? ലാരിംഗോസ്കോപ്പ്. ലാരിംഗോസ്കോപ്പ് ഈസ് ടു ഒബ്സർവ് ദ ലാരിങ്സ് എ പാർട്ട് ഓഫ് ദ ത്രോട്ട്. അതായത് നമ്മുടെ ത്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള ലാരിങ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റിനകത്ത്. വോയിസ് ബോക്സ് ആണ് കേട്ടോ, വോയിസ് ബോക്സ്. നമ്മുടെ തൊണ്ടയുടെ ത്രോട്ടിന്റെ ഭാഗമായിട്ടുള്ള ലാരിങ്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ലാരിംഗോസ്കോപ്പി. ഈ സംഭവം നമ്മൾ ഇങ്ങനെ ത്രോട്ടിന്റെ അകത്തേക്ക്, ത്രോട്ട് വരെയുള്ള പോർഷനിലേക്ക് ഇറക്കും ഈ സംഭവം കേട്ടോ. അപ്പൊ അത് മെഷർ ചെയ്യില്ല, അത് ഒബ്സർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ലാരിംഗോസ്കോപ്പി ഇസ് എ മെഡിക്കൽ. ആ എക്യുപ്മെന്റിന് നമ്മൾ പറയാം ലാരിംഗോസ്കോപ്പ് എന്നാണ് പറയാ.
അത് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ടല്ലോ, അതിനെ നമ്മൾ ലാരിംഗോസ്കോപ്പി എന്നാണ് പറയുക. ഓക്കെ, നമ്മൾ എൻഡോസ്കോപ്പ് ഉപകരണമാണെങ്കിൽ അത് ചെയ്യുന്ന പ്രൊസീജിയർ എൻഡോസ്കോപ്പി എന്നല്ലേ പറയാ. എന്നതുപോലെ ലാരിംഗോസ്കോപ്പി ഈസ് എ മെഡിക്കൽ അപ്രോച്ച് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഗെറ്റ് എ വ്യൂ ഓഫ് ദ ലാരിങ്സ്. ലാരിങ്സിന്റെ ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെഡിക്കൽ സംവിധാനം, ലാരിംഗോസ്കോപ്പ് ഉപയോഗപ്പെടുത്തുന്ന ആ ഒരു മെഡിക്കൽ അപ്രോച്ചിന് നമ്മൾ എന്താ പേര് പറയാം? ലാരിംഗോസ്കോപ്പി എന്നാണ് ആ ഒരു പ്രൊസീജിയറിന് പറയാം. കണ്ടോ ഈ സംഭവം? കാണുമ്പോൾ തന്നെ പേടിയാവുന്നല്ലേ? ആ ഈ സംഭവം നമ്മുടെ ത്രോട്ടിന്റെ ഉള്ളിലോട്ട് ഇറക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഓക്സിജൻ മാസ്ക്. ഇത് കണ്ടിട്ടുണ്ടല്ലോ എല്ലാവരും. നമ്മൾ നെബുലൈസർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ സംഭവം ഉണ്ടാവാറുണ്ട് അല്ലെ? ഓക്കെ, എന്താണ് ഓക്സിജൻ മാസ്ക്? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. An oxygen mask offers a method to carry breathing oxygen gas from a storage tank to the lungs. അല്ലെ? അതായത് നമ്മുടെ ഒരു സ്റ്റോറേജ് ടാങ്കിൽ നിന്നും നമ്മുടെ ലങ്സിലേക്ക് അല്ലെ, അത് തന്നെ ബ്രീത്തിങ് ശരിക്കും എടുക്കാൻ ശ്വാസകോശത്തിലോട്ട് ഓക്സിജൻ ഗ്യാസ് അല്ലെ അത് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു ഉപകരണമാണ് ഓക്സിജൻ മാസ്ക് എന്ന് പറയുന്നത്. ഓക്സിജൻ മാസ്ക് മേ റാപ്പ് ഓൺലി ദ നോസ് ആൻഡ് മൗത്ത് ഓർ ദ ഹോൾ ഫേസ്. ഓക്സിജൻ മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂക്കും വായനയാണല്ലോ അത് പ്രധാനമായിട്ട് റാപ്പ് ചെയ്യുന്നത്. ചിലത് ഹോൾ ഫേസിനെ റാപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഓക്സിജൻ മാസ്കുകളും ഉണ്ട്. ദേ മേ ബി മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക്, സിലിക്കോൺ ഓർ റബ്ബർ. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക്, സിലിക്കോൺ, റബ്ബർ അങ്ങനെയുള്ള മെറ്റീരിയൽസ് കൊണ്ടൊക്കെയാണ് ഈ ഒരു ഓക്സിജൻ മാസ്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയല്ലോ? കൂടുതൽ പറയാനില്ല, കാരണം നമുക്ക് അറിയാവുന്നതാണ് ഓക്സിജൻ മാസ്ക് ഒക്കെ. അടുത്തതാണ് ഇതിന്റെ ECG. ECG എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് നമ്മുടെ ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് അല്ലെ, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? ECG അല്ലെ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. നമുക്ക് വായിക്കാം. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് is the process of recording the electrical function of the heart over a period of time using electrodes which are put on the skin. ഇതാണ് ഇലക്ട്രോഡുകൾ. ചിത്രം കണ്ടോ? ഇത് മുഴുവൻ ഇലക്ട്രോഡുകളാണ്. ഈ ഇലക്ട്രോഡുകൾ നമ്മുടെ സ്കിന്നിനകത്ത് അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ ചെസ്റ്റിന്റെ ഭാഗത്ത് സ്കിന്നിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അഥവാ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യുന്നത്. അതിനായിട്ട് ഉപയോഗിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അഥവാ ECG. ഫുൾ ഫോമും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തതാണ് ഇത് വെയിങ് മെഷീൻ. ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? വെയിങ് മെഷീൻ. വെയിങ് മെഷീൻ എന്ന് പറഞ്ഞ വേറൊരു പേരും കൂടെ ഇതിനെ പറയും, ഡിജിറ്റൽ സ്കെയിൽ എന്നും പറയും കേട്ടോ. എന്താണ് പറയാ? ഡിജിറ്റൽ സ്കെയിൽ എന്നും പറയാറുണ്ട്. അപ്പൊ നോക്കാം. A digital scale is a kind of electronic weighing machine which measures many readings that include body weight, body fat, BMI, etc. എന്താണ് പറയുന്നത്? വെയിങ് മെഷീന് പറയുന്ന വേറൊരു പേര് കൂടിയാണ് കേട്ടോ, ഡിജിറ്റൽ സ്കെയിൽ എന്നും അതിന് പറയാറുണ്ട്. അതെന്ന് പറഞ്ഞ എന്താണ്? നമ്മുടെ ശരീരഭാരം അല്ലെ, ബോഡി വെയിറ്റ്, അതുപോലെ തന്നെ ബോഡി ഫാറ്റ്, ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവ്. BMI എന്താണ്? ബോഡി മാസ് ഇൻഡെക്സ് ആണ് കേട്ടോ. ബോഡി മാസ് ഇൻഡെക്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. BMIയുടെ ഫുൾ ഫോം ആണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ബോഡി മാസ് ഇൻഡെക്സ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ഇതൊക്കെ ഇത്തരത്തിലുള്ള നിരവധി റീഡിങ്ങുകൾ എടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് മെഷീൻ ആണ് എന്തെന്ന് പറയുന്നത്? വെയിങ് മെഷീൻ ഓർ ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ പൊതുവെ ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ചെറുതായിരിക്കും. അതേസമയം വെയിങ് മെഷീൻ എന്ന് പറയുന്നത് ഇതുപോലെ റൗണ്ട് അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളതായിരിക്കും. അത് വലിപ്പമുള്ളതായിരിക്കും. ഡിജിറ്റൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ അത് കുറെ കൂടെ പോർട്ടബിൾ ആണ്, ഈസി ടു ഹാൻഡിൽ, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ചും കൂടെ എളുപ്പമാണ് ഡിജിറ്റൽ സ്കെയിൽ. രണ്ടും എന്തിനു തന്നെയാണ് ഉപയോഗിക്കുന്നത്? ബോഡി വെയിറ്റ് അളക്കാനായിട്ട് ഉപയോഗിക്കാണ്. അപ്പോ BMI എന്ന് വെച്ചാൽ ബോഡി മാസ് ഇൻഡെക്സ് കേട്ടോ, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ്. നമ്മള് ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യുന്നു ഇൻ കിലോഗ്രാം. ഇത്ര വെയിറ്റ് ഇൻ കിലോഗ്രാമിന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. BMI എന്ന് പറയുമ്പോൾ ബോഡി മാസ് ഇൻഡെക്സ്, ബോഡി വെയിറ്റ് തന്നെ, പക്ഷെ നമ്മൾ അവിടെ ഹൈറ്റ് കൂടെ എടുത്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റേഴ്സ്
ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതാണ് BMI എന്ന് പറയുന്നത് കേട്ടോ, ബോഡി മാസ് ഇൻഡെക്സ്. ഇത് രണ്ട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഹൈറ്റും നോക്കും വെയിറ്റും നോക്കും ബോഡി മാസ് ഇൻഡെക്സിൽ. ബോഡി വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ശരിക്കും ബോഡിയുടെ വെയിറ്റ് എടുത്തിട്ട് അത് കിലോഗ്രാമിൽ നമ്മൾ പറയുന്നു, ജസ്റ്റ് മെഷർ ചെയ്യുന്നു. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് എടുക്കും, അല്ല ആദ്യം വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ അതിന്റെ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇതൊന്നും നോക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കുക. ബോഡി വെയിറ്റ്, ശരീരത്തിലെ കൊഴുപ്പ്, BMI ഇങ്ങനെയുള്ള റീഡിങ്ങുകളൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ്, ദാറ്റ് ഈസ് കോൾഡ് വെയിങ് മെഷീൻ ഓർ ഡിജിറ്റൽ സ്കെയിൽ. അടുത്തതാണ് ട്രോളീസ്. ട്രോളികൾ എന്താണ്? ട്രോളീസ് എന്ന് പറഞ്ഞാല് ദ ഒബ്ജക്റ്റീവ് ഓഫ് യൂസിങ് ട്രോളീസ് in hospitals is to help to move things from one place to അതന്നെ എക്യുപ്മെന്റ് കൊണ്ടുപോകുന്ന സാധനമാണ് അല്ലെ. അതന്നെ പലതരത്തിലുള്ള ട്രോളികളുണ്ട് കേട്ടോ, അതവിടെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. The objective of using trolleys in hospital to help to move things from one place to another place without any risk. അണ്ടർലൈൻ ചെയ്യാട്ടോ, എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഹെൽപ്പ് ടു മൂവ് തിങ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് വിത്തൗട്ട് എനി റിസ്ക് അല്ലെ. പ്രത്യേകിച്ച് അധികം റിസ്ക് ഇല്ലാതെ, അപകട സാധ്യത ഇല്ലാതെ നമ്മൾ സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ട്രോളി എന്ന് പറയുന്നത്. ക്ലിയർ? നോക്ക, ഹോസ്പിറ്റൽ ട്രോളീസ് ആണ്. പല ടൈപ്പ് ട്രോളി ഉണ്ട്. ക്രാഷ് കാർട്ട് ട്രോളി ഉണ്ട്. ക്രാഷ് കാർട്ട് ട്രോളി, ക്രാഷ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? നമ്മൾ പറയും പ്ലെയിൻ ക്രാഷ് എന്നൊക്കെ പറയുന്നത്. ക്രാഷ് എന്ന് വെച്ചാൽ ഇടിക്കുക, അല്ലെങ്കിൽ ആ ഒരു എമർജൻസിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുമ്പോൾ എമർജൻസി കണ്ടീഷൻസ് ലൈക്ക് ഹാർട്ട് അറ്റാക്ക്, കാർഡിയക് അറസ്റ്റ് അങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ്സുകൾ, ടൂൾസുകളൊക്കെ ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ട്രോളിയാണ് ക്രാഷ് കാർട്ട് ട്രോളി എന്ന് പറയുന്നത്. മെഡിസിൻ ട്രോളി എന്തായിരിക്കും? മെഡിസിൻ ട്രോളി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകാൻ, അത്തരം മെഡിസിൻസ് ഒക്കെ വഹിക്കുന്ന ട്രോളി ആയിരിക്കും. SS ഡ്രസ്സിംഗ് ട്രോളി. SS എന്ന് വെച്ചാൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്, ഒരു മെറ്റീരിയൽ ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഡ്രസ്സിംഗ് ട്രോളി. ഡ്രസ്സിംഗ് ട്രോളി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഡ്രസ്സിംഗ്, ഇവിടെ ഉദ്ദേശിക്കുന്ന ഡ്രസ് അല്ല, ഡ്രസ്സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വൂണ്ട് കെയർ. ഓക്കെ, വൂണ്ട് കെയർ. മുറിവൊക്കെ നമുക്ക് സംഭവിക്കുമല്ലോ, അപ്പൊ അതിന്റെ വൂണ്ട് കെയറിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ, അതിന് വൂണ്ടൊക്കെ നമുക്ക് ഡ്രസ് ചെയ്യാനും മറ്റുമായിട്ടുള്ള ടൂൾസുകൾ അടങ്ങുന്നതാണ് ഡ്രസ്സിംഗ് ട്രോളി. ഈ ചിത്രത്തിൽ തന്നിട്ടില്ലേ, അത് ഡ്രസ്സിംഗ് ട്രോളിയാണ് കേട്ടോ. ഈ ചിത്രത്തിൽ കണ്ടോ നിങ്ങള്? ഇത് ഡ്രസ്സിംഗ് ട്രോളിയാണ് കേട്ടോ. കാരണം നമുക്ക് മുറിവുകളൊക്കെ സംഭവിക്കുമ്പോൾ ഡ്രസ്സിംഗ് മറ്റും ഒക്കെ ചെയ്യുന്നതിനായിട്ടുള്ള ഡ്രസ്സിംഗ് ട്രോളി, അതിന് വേണ്ട ടൂൾസും എക്യുപ്മെന്റ്സ് ഒക്കെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അടങ്ങിയതാണ്. പിന്നെ വരുന്നത് ഇൻസ്ട്രുമെന്റ് ട്രോളി. അത് ഇതുപോലെ തന്നെ എസെൻഷ്യൽ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്ന ട്രോളി. അപ്പൊ ട്രോളി എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിത്തൗട്ട് എനി റിസ്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അത് പല ടൈപ്പ് ഉണ്ടെന്ന് അറിയാലോ. ഫ്ലാഷ് കാർട്ട് ട്രോളി ഉണ്ട്, മെഡിസിൻ ട്രോളി ഉണ്ട്, ഡ്രസ്സിംഗ് ട്രോളി ഉണ്ട്, ഇൻസ്ട്രുമെന്റ് ട്രോളി ഉണ്ട്. ചിത്രത്തിൽ തന്നേക്കുന്നത് ഡ്രസ്സിംഗ് ട്രോളിയുടെ ചിത്രമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ പേരൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ കറക്റ്റ് നിങ്ങൾക്ക് ചിത്രം കാണാനായിട്ട് സാധിക്കും. SS എന്ന് പറഞ്ഞാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്നാണ് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ കേട്ടിട്ടില്ലേ? സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയൽ ആണ് കേട്ടോ, സ്റ്റീൽ മെറ്റീരിയൽ, സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഓക്കെ, അടുത്തത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, വീൽ ചെയർ. ഓക്കെ, വീൽ ചെയർ. അപ്പൊ നമുക്ക് ജസ്റ്റ് വായിക്കാം. എ വീൽ ചെയർ ഈസ് എ വീൽഡ് മൊബിലിറ്റി ഇൻസ്ട്രുമെന്റ് അല്ലെ, അറിയാലോ. ഒരു വീലൊക്കെ ഉള്ള മൊബിലിറ്റി, മൂവബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് വീൽ ചെയർ എന്ന് പറയുന്നത്. The instrument is moved manually. Manually എന്ന് വെച്ചാൽ എന്താണ്? By turning the wheels by the hand or via various automated systems. അതായത് നമുക്കിപ്പം ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് ഇൻസ്ട്രുമെന്റ് അല്ല, ഈ ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ഐദർ ബൈ ടേണിംഗ് ദ വീൽസ് ബൈ ഹാൻഡ്, മാനുവലി മൂവ് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വീൽ തിരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. അതല്ലെങ്കിൽ വാരിയസ് ഓട്ടോമേറ്റഡ് സിസ്റ്റം, മറ്റേതെങ്കിലും ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് ഉപയോഗിച്ച് മൂവ് ചെയ്യാം. നിങ്ങൾ ബാംഗ്ലൂർ ഡേയ്സ് സിനിമ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ അടുത്ത് നമ്മുടെ പാർവതി പോകുന്നത് ഓട്ടോമേറ്റഡ് വീൽ ചെയറിലാണ്. ഓക്കെ, അപ്പൊ വാരിയസ് ഓട്ടോമേറ്റഡ് സിസ്റ്റംസ് അതുവഴിയും നമുക്കത് മൂവ് ചെയ്യിക്കാം. ഓക്കെ, പിന്നെന്താണ്? വീൽ ചെയർസ് ആർ യൂസ്ഡ് ഫോർ people who feel walking is difficult
or impossible because of illness, injury or disability. അല്ലെ, നമുക്കറിയാലോ ഇങ്ങനെയുള്ളവർക്ക് ആ വീൽ ചെയർ ഉപയോഗിക്കുന്നത് അതായത് നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് അല്ലെ, എന്തെങ്കിലും വൈകല്യങ്ങളോ പരിക്കോ അസുഖമോ മൂലം നടക്കാൻ സാധിക്കാതെ വരുന്ന നടക്കാനായിട്ട് പറ്റാത്തത് അല്ലെ, ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, വീൽ ചെയർ ഉപയോഗിക്കുന്നത്. അറിയാലോ, ഓക്കെ. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്തിട്ട് വീൽ ചെയർ ഒക്കെ എല്ലാവർക്കും അറിയാം. അടുത്ത സ്ട്രക്ചറും നമുക്കറിയാം അല്ലെ, സ്ട്രക്ചേഴ്സ് അല്ലെ, സ്ട്രക്ചേഴ്സ് എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എ സ്ട്രക്ചർ ഈസ് എൻ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് പേഷ്യൻസ് ഹു നീഡ് മെഡിക്കൽ കെയർ അല്ലെ, വൈദ്യപരിചരണം മെഡിക്കൽ കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സ്ട്രക്ചർ എന്ന് തന്നെ കിടത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഇതാണ് സ്ട്രക്ചർ. നമുക്ക് എല്ലാവർക്കും അറിയാം. Structures are mainly used in acute അതന്നെ ജോലി emergency situations അല്ലെ, അവിടെയാണ് ഉപയോഗിക്കുന്നത്, അതിനകത്ത് പറയുന്നുണ്ട് അല്ലെ. Structures are mainly used in acute out of hospital care situations by emergency medical services. സാധാരണയായിട്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് പോരാതെ സ്ട്രക്ചറുകൾ പൊതുവെ നമ്മൾ ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കെയർ, അതായത് നമ്മൾ പ്രത്യേകിച്ച് ആശുപത്രിക്ക് പുറത്തുള്ള സാഹചര്യങ്ങൾ, അതും എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് EMS നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമാണ് ആംബുലൻസ് അല്ലെ, ആംബുലൻസ് ഒക്കെ അതിന്റെ ഭാഗമാണ്. അത്തരത്തിൽ എമർജൻസി മെഡിക്കൽ സർവീസിന്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ട് ആശുപത്രിക്ക് പുറത്തുള്ള കെയറിങ്ങിലാണ് ഇത് യൂസ് ചെയ്യുന്നത്, സ്ട്രക്ചറുകൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഹോസ്പിറ്റലിലും കൊണ്ടുവരുമ്പോൾ സ്ട്രക്ചറിൽ ഇതാക്കും. പൊതുവെ എന്താണ് എമർജൻസി സർവീസിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഇത് സക്ഷനിങ് മെഷീൻ ട്ടോ. എന്താണ് സക്ഷനിങ് മെഷീൻ? ചിത്രം നോക്കി വെക്കുക കേട്ടോ. സക്ഷനിങ് മെഷീൻ എന്താണത്? എ സക്ഷനിങ് മെഷീൻ ഈസ് എ മൂവബിൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ഫോർ സക്കിങ് ഫ്ലൂയിഡ്സ് ഫ്രം എ പേഴ്സൺസ് എയർവേസ് ആൻഡ് മൗത്ത്. അതായത് പ്രധാനമായിട്ടും നമ്മുടെ രോഗിയുടെ എയർവേസ് അല്ലെ, അവരുടെ ശ്വാസനാളത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്നുമൊക്കെ ഫ്ലൂയിഡ്സുകളൊക്കെ സക്ക് ചെയ്യാനായിട്ട് അല്ലെ, വലിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയാ അത്തരത്തിലുള്ള ഒരു മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ അത് ബ്ലഡ് ആവാം, മ്യൂക്കസ് ആവാം, കഫമാവാം അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വലിച്ചെടുക്കാനായിട്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ എയർവേസ് മൗത്ത് വായിലുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിൽ മറ്റേതെങ്കിലും ബോഡി ക്യാവിറ്റി ഒക്കെ ആവാം കേട്ടോ. വൂണ്ട് ക്യാവിറ്റി എന്നൊക്കെ എടുക്കാം. അപ്പൊ ഈ പറയുന്ന മ്യൂക്കസ്, മറ്റ് ബ്ലഡുകള്, അങ്ങനെയുള്ള ഫ്ലൂയിഡ്സ് അതൊക്കെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട്, ഫ്ലൂയിഡ്സ് മാത്രമല്ല കേട്ടോ, ഗ്യാഷ്യസ് ആയിട്ടുള്ള മെറ്റീരിയൽസും വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അത്തരത്തിലുള്ളൊരു മൂവബിൾ ഇൻസ്ട്രുമെന്റ് ആണ് സക്ഷനിങ് മെഷീൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചിത്രം നോക്കി വെക്കാം കേട്ടോ. ചിത്രം കണ്ടാൽ അറിയണം അത് സക്ഷനിങ് മെഷീൻ ആണെന്ന് ഉള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ സുനൈന, മോന് ചെയ്തിട്ടുണ്ട്. മോൻ എന്ത് പറ്റി? മ്യൂക്കസ് ആണോ? മീൻസ് കമ്പം വലിച്ചെടുക്കാനാണോ ഉപയോഗിച്ചത്? ഓക്കെ ഓക്കെ, ശരി ശരി. ഭയങ്കരമായിട്ട് കഫക്കെട്ടൊക്കെ വരുമ്പോ ഇത് യൂസ് ചെയ്യാം അല്ലെ, കമ്പം വലിച്ചെടുക്കാനായിട്ട്. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, മിക്കവരും കണ്ടിട്ടുണ്ടാവും പല എക്യുപ്മെന്റ്സുകളും കേട്ടോ. പിന്നെ വരുന്നതാണ് ഫ്ലോ മീറ്റർ. ചിത്രം നോക്കിക്കേ, ഇതാണ് കേട്ടോ ഫ്ലോ മീറ്റർ. എന്താണ് ഫ്ലോ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? A device controls and gauges the flow of a fluid and gas അല്ലെ, അതായത് നമ്മൾ ഒരു പറയുന്ന ദ്രാവകങ്ങളുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന വാതകങ്ങളുടെയൊക്കെ ഫ്ലോ റേറ്റ് അല്ലെ, അതിന്റെ ഫ്ലോ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ആ ഒരു ഫ്ലോയിനെ ആ ഒഴുക്കിനെ നിയന്ത്രിക്കാനും അതിനെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. എവിടെയാണ് അത് സാധാരണ ഉപയോഗിക്കാൻ അറിയാമോ? ഇൻ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ ഇറ്റ് ഈസ് ദ ഫ്ലോ മീറ്റർ that gases by speed of flow based on their viscosity and density. സാധാരണയായിട്ട് നമ്മുടെ അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ ഉണ്ട്, അനസ്തെറ്റിക് ഗ്യാസ് മെഷീൻ. അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ്, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോണന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തുള്ള അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എന്താ പറയാ മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ഈ ഫ്ലോ മീറ്ററിൽ അനസ്തെറ്റിക് ഗ്യാസുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഓക്സിജനോ മറ്റെന്തെങ്കിലും ഓക്സിജൻ, എയർ, അങ്ങനെയുള്ള എന്താ പറയാ ഗ്യാസുകളുടെ ഒക്കെ ഫ്ലോ ഉണ്ടല്ലോ, ആ ഫ്ലോയിനെ അവർ എന്ത് ചെയ്യാണ്? റെഗുലേറ്റ് ചെയ്യാണ്. ആ ഫ്ലോയിനെ അവർ റെഗുലേറ്റ് ചെയ്യാണ്. എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? ബേസ്ഡ് ഓൺ ദ വിസ്കോസിറ്റി ആൻഡ് ഡെൻസിറ്റി. വിസ്കോസിറ്റി
എന്ന് പറയുമ്പോൾ അറിയാലോ, ആ ഒഴുക്കിനെ ചലനത്തിന് എതിർക്കുന്ന ഒരു ബലമാണ് കേട്ടോ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ആ വിസ്കോസിറ്റി അതുപോലെ തന്നെ ഡെൻസിറ്റി എന്ന് വെച്ചാൽ സാന്ദ്രതയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഈ ഫ്ലൂയിഡ്സിന്റെ ഗ്യാസസിന്റെ ഒക്കെ പ്രത്യേകതകളാണ്. അപ്പൊ ആ ഒരു വിസ്കോസിറ്റി ഡെൻസിറ്റി അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന അനസ്തെറ്റിക് ഗ്യാസുകളുടെയൊക്കെ ഫ്ലോവിനെ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഫ്ലോ റേറ്റ് ആണ് എന്റെ കറക്റ്റ് ടേം. ഫ്ലോ റേറ്റ് എന്താ പറയുക കൺട്രോൾ ചെയ്യുന്ന ആ ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ മെഡിക്കൽ എക്യുപ്മെന്റ്സ് പറഞ്ഞപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷനിൽ ഒരു കാര്യം പറഞ്ഞു. സാധാരണ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒന്നില്ലെങ്കിൽ നമുക്ക് സിംഗിളി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ എക്യുപ്മെന്റ് കൺജോയിന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു അല്ലെ, അതിന്റെ ഭാഗമായിട്ട് ആക്സസറി ആയിട്ട് ഉപയോഗിക്കും. ആ രീതിയിൽ ഫ്ലോ മീറ്റർ കൂടുതൽ സിംഗിൾ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല, അനസ്തെറ്റിക് ഗ്യാസ് മെഷീന്റെ ഭാഗമായിട്ട് അതിന്റെ കൺജോയിന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ചിത്രം നോക്കി വെക്കേണ്ട. അടുത്തത് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും സിറിഞ്ച് പമ്പ്. ഇവിടെ ഒരു സിറിഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കണ്ട സിറിഞ്ച് പമ്പിങ് ആണ്. നമ്മൾ കൈകൊണ്ട് പമ്പ് ചെയ്യുന്നതിന് പകരം ഇത് സ്വയം പമ്പ് ചെയ്തോളൂ കേട്ടോ. സിറിഞ്ച് പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിറിഞ്ച് ഡ്രൈവർ ഓർ സിറിഞ്ച് പമ്പ് ഇസ് എ ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ശരിക്കും കുത്താനായിട്ട് അല്ലെ, ഇൻസേർട്ട് ചെയ്യുക, കുത്ത എന്നുള്ള അർത്ഥത്തോടെ അതൊരു ചെറിയ ഇൻഫ്യൂഷൻ പമ്പാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് സം കൺസിസ്റ്റ് ഓഫ് ഇൻഫ്യൂസർ ആൻഡ് വിത്ത് ഡ്രോ കേപ്പബിലിറ്റി. ചിലതിന് ഇൻഫ്യൂസ് ചെയ്യാനും തിരിച്ചെന്താണ് വലിച്ചെടുക്കാനുമുള്ള കേപ്പബിലിറ്റി ഉള്ളതും ഉണ്ട് കേട്ടോ, ചിലത്. എല്ലാത്തിലല്ല, ഞാൻ പറഞ്ഞ സം കൺസിസ്റ്റ് ഓഫ് ഇൻഫ്യൂസ് ആൻഡ് വിത്ത് ഡ്രോ കേപ്പബിലിറ്റി. ചിലതിന് ഇൻഫ്യൂസ് ചെയ്യാനും തിരിച്ച് ഡ്രോ ചെയ്യാൻ വലിച്ചെടുക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ളതും ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ലിറ്റിൽ ഇൻഫ്യൂഷൻ പമ്പ് യൂസ്ഡ് ടു അഡ്മിനിസ്റ്റർ ഗ്രാജുവലി സ്മോൾ എമൗണ്ട്സ് ഓഫ് ഫ്ലൂയിഡ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻ. അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. വിത്ത് ഓർ വിത്തൗട്ട് മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് വായിക്കാം ടു എ പേഷ്യന്റ് ഓർ ഫോർ യൂസിങ് കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച്. അതായത് ഇത് വന്നിട്ട് നമ്മളെ ദ്രാവകങ്ങള് അല്ലെങ്കിൽ ഈ പറയുന്ന മരുന്നുകള് മറ്റെന്തെങ്കിലും പദാർത്ഥങ്ങള് എന്താണ് നമ്മുടെ ആ ഒരു പേഷ്യന്റിന്റെ ശരീരത്തിലോട്ട് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അതും എങ്ങനെ ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് കൃത്യമായിട്ടുള്ള നിരക്കില്, തോന്നിയ പോലെ ഇൻഫ്യൂസ് ചെയ്യേണ്ട, ഒരു കൃത്യമായിട്ടുള്ള അതിന്റെ ടൈമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള നിരക്കില് എന്ത് ചെയ്യാനായിട്ട് ഇൻഫ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് സിറിഞ്ച് പമ്പ്. അത് മാത്രമല്ല ഫോർ യൂസ് ഇൻ കെമിക്കൽ ആൻഡ് ബയോമെഡിക്കൽ റിസർച്ച്. അത് മാത്രമല്ല സാധാരണ കെമിക്കൽ ബയോമെഡിക്കൽ ഗവേഷണത്തിലും ഗവേഷണത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ ഈ പറയുന്ന എക്യുപ്മെന്റ് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? അപ്പൊ ചിലതിൽ എന്താണ് നമ്മളിങ്ങനെ മറ്റേത് IV വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യമില്ലാതെ ഇത് തന്നെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ എന്ത് ചെയ്തോളും, ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക് അത് ഓഫ് ആയിപ്പോകും. ഒരു പ്രത്യേക ബീപ്പിംഗ് സൗണ്ട് അതിന് വരും, അത് തീരാറാവും. അപ്പൊ നമുക്കത് വേറെ അവിടെ നോക്കിയിരിക്കേണ്ട സംഭവം വീഴുന്നുണ്ടോ എന്നുള്ളതൊന്നും അതിന്റെ ചിലക്ക് നമ്മൾ IV ഫ്ലൂയിഡ് ഒക്കെ എടുക്കാൻ നമ്മൾ അതിന്റെ ചിലപ്പോൾ ഒട്ടും വീഴണില്ല എന്നൊക്കെ പറഞ്ഞാൽ കൂടെ തിരിക്കേണ്ടിയൊക്കെ വരും, കുറച്ച് സ്പീഡൊക്കെ ആക്കേണ്ടി വരും, സ്പീഡ് കുറയ്ക്കേണ്ടി വരും. അങ്ങനെയുള്ള വിഷയമൊന്നും ഇതിന് വരില്ല. ഇതിൽ കൃത്യമായിട്ട് ഒരു ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക് അതാണ് ചെയ്തു കേട്ടോ. ഓക്കെ, യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതൊരു വെറൈറ്റി എക്യുപ്മെന്റ് ആണ്. സംഭവം കാരണം വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. മറ്റേതുപോലെ നോക്കിയൊന്നും ഇരിക്കേണ്ട, ടൈം സെറ്റ് ചെയ്ത് വെച്ചാൽ അതങ്ങനെ തന്നെ ചെയ്തോളും. ടൈം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓഫ് ആയി. ഓക്കെ, ഇടയിൽ വേറെ ഒന്നും വരില്ല. ക്ലിയർ ആയല്ലോ? ഇതാണ് സിറിഞ്ച് പമ്പ്. അടുത്ത് പിന്നെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും കണ്ടിട്ടുള്ളതാണ് സ്റ്റെതസ്കോപ്പ് അല്ലെ? ഓക്കെ, സ്റ്റെതസ്കോപ്പ് എന്താണ്? സ്റ്റെതസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് the stethoscope is an auditory medical device for ഓസ്കൾട്ടേഷൻ ട്ടോ. ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഉണ്ടല്ലോ, ശരീരത്തിനടുത്തുള്ള അവയവങ്ങളുടെ സൗണ്ട് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയാ മെഡിക്കൽ, ആ ഒരു സൗണ്ട് കേൾക്കുന്ന ആ ഒരു മെഡിക്കൽ ടെക്നിക്ക്, ആ സംവിധാനത്തിനെയാണ് നമ്മൾ ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത്. ഇവരുടെ നോക്കാം, ഓസ്കൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ സൗണ്ട് സൗണ്ട് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു മെഡിക്കൽ ടെക്നിക്കാണ് കേട്ടോ ഓസ്കൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റെതസ്കോപ്പ് അതുപോലെ തന്നെ ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ? സ്റ്റെതസ്കോപ്പ് ഈസ് ആൻ ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ഫോർ ഓസ്കൾട്ടേഷൻ. അതായത് നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളുടെ സൗണ്ട് കേൾക്കാനായിട്ട് അല്ലെ, ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പ് എന്ന് പറയുന്നത്. or listening to the inner sounds of an animal or human body. Human body ഉള്ളിലുള്ള സൗണ്ടുകൾ കേൾക്കാൻ സഹായിക്കുന്ന ഓഡിറ്ററി മെഡിക്കൽ ഡിവൈസ്.
It will have a small disc-shaped resonator. കണ്ടോ ഈ ഭാഗം കേട്ടോ, ഇതൊരു ഡിസ്കിന്റെ ആകൃതിയിലല്ലേ ഇരിക്കുന്നത്, ഒരു ഡിസ്ക് ഷേപ്ഡ് റെസൊനേറ്റർ കേട്ടോ, റെസൊനേറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ദാറ്റ് ഈസ് പുട്ട് അഗെയിൻസ്റ്റ് ദ ചെസ്റ്റ്, അത് നമ്മുടെ ചെസ്റ്റിൽ വെക്കുന്നു, ചെസ്റ്റിൽ ഘടിപ്പിക്കുന്നു. ആൻഡ് 2 ട്യൂബ്സ് കണക്റ്റഡ് ടു ദ ഇയർ പീസസ്. കണ്ടോ, 2 ഇയർ പീസസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള 2 ട്യൂബുകൾ കണ്ടോ, ഇത് ചെവിയിലാണ് വെക്കുന്നത്. അപ്പൊ അങ്ങനെ 2 ട്യൂബ്സുകളുണ്ട്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു ഹിയർ ദ സൗണ്ട്സ് ഓഫ് ദ ലങ്സ് ആൻഡ് ഹാർട്ട്. സാധാരണയായിട്ട് നമ്മുടെ ശ്വാസകോശം, ഹാർട്ട്, അതിന്റെയൊക്കെ സൗണ്ട് കേൾക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പൊ ഈ ഡിസ്കിന്റെ ഈ ഭാഗത്തിന് നമ്മൾ റെസൊനേറ്റർ, റെസൊനൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. റെസൊനേറ്റർ എന്ന് വെച്ചാൽ ഈ ശബ്ദത്തിന്റെ ഇത് എക്കോ ചെയ്തിട്ടാണ് അതിന് വരുന്നത് കേട്ടോ. അത് ആ ഒരു എക്കോ ചെയ്തിട്ടാണ് നമുക്ക് ആ ഹാർട്ടിന്റെ ബീറ്റ് നല്ല വ്യക്തമായിട്ട് കേൾക്കുന്നത്. അതിന് റെസൊനേറ്റർ എന്നാണ് കേട്ടോ പറയുക. റെസൊനേറ്റർ ഉണ്ട്, അതുപോലെ ഇയർ പീസസുമായിട്ട് കണക്ട് ചെയ്ത 2 ട്യൂബുകളും ഉണ്ട്. ക്ലിയർ? ഓക്കെ, അടുത്തതാണ് ക്രാഷ് കാർട്ട്. ഇതാണ് ക്രാഷ് കാർട്ട് കേട്ടോ. ചിത്രം ഒന്ന് നോക്കി വെക്കാം. ഒരു അലമാര പോലെയാണ് നമുക്കിത് ഫീൽ ചെയ്യുന്നത് അല്ലെ, എന്തൊക്കെയോ ഷെൽഫുകളും ഡ്രോകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിന് പറയാം ക്രാഷ് കാർട്ട് എന്നാണ് കേട്ടോ. അതിന് മറ്റു പല പേരുകളും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് നോൺ ബൈ അതർ നെയിംസ് ലൈക്ക്, മാർക്ക് ചെയ്യാം കേട്ടോ, കോഡ് കാർട്ട്. എന്തൊക്കെ പേരുകളാണ്? കോഡ് കാർട്ട് ആൻഡ് മാക്സ് കാർട്ട്. 3 പേരുകൾ പഠിച്ചു കേട്ടോ. ക്രാഷ് കാർട്ട് എന്ന് പറയും, കോഡ് കാർട്ട് എന്ന് പറയും, മാക്സ് കാർട്ട് എന്നും ഇതിന് പേരുണ്ട്. ഓക്കെ, a crash cart or code cart or max cart is a set of trays and or drawers or shelves on wheels. Wheels ഉണ്ടത് മൂവബിൾ ആണ് കേട്ടോ, മൂവബിൾ ആയിട്ടുള്ള ഒരു equipment ആണ്. Used in hospitals for transportation and dispensing of emergency medication or equipment. അല്ലെ, അതായത് നമ്മളിപ്പോ അടിയന്തര സാഹചര്യങ്ങൾ വരുമ്പോൾ അടിയന്തര മരുന്നുകള്, എക്യുപ്മെന്റ്സുകൾ, അതൊക്കെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് അല്ലെ, വിതരണം ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന എന്താ പറയാ, ധാരാളം ട്രേകളും, ഒരു കൂട്ടം ട്രേകളും ഡ്രോയറുകളും ഷെൽഫുകളും ഒക്കെ അടങ്ങുന്ന ഒരു മൂവബിൾ എക്യുപ്മെന്റ്. അതാണ് എന്തെന്ന് പറയുന്നത് ക്രാഷ് കാർട്ട് എന്ന്. ഇതിൽ ഒരുപാട് ഷെൽഫുകൾ, ഡ്രോയറുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് മെഡിക്കൽ സിറ്റുവേഷനിൽ, എമർജൻസി സിറ്റുവേഷനിൽ ആവശ്യമായിട്ടുള്ള ടൂൾസുകൾ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അദ്ദേഹം പറയുന്നുണ്ട് അറ്റ് ദ സൈറ്റ് ഓഫ് മെഡിക്കൽ ഓർ സർജിക്കൽ എമർജൻസി ഫോർ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് ടു പൊട്ടൻഷ്യലി സേവ് സംവൺസ് ലൈഫ്. കൂടുതലും നമ്മൾ എമർജൻസി സിറ്റുവേഷനിലാണ്, അതായത് ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ് അല്ലെ, സർജിക്കൽ എമർജൻസി ഫോർ ലൈഫ് സപ്പോർട്ട് പ്രോട്ടോകോൾസ്, അതായത് ACLS-ഉം ALS-ഉം. ACLS എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയിൽ ഇത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ACLS-ന്റെ എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ട്, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട്. അത്തരത്തില് വളരെ എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അതിനാവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ വഹിക്കാനായിട്ട് എന്താ പറയാ, ഒരു കൂട്ടം ട്രേകളും ഡ്രോയറുകളും ഷെൽഫുകളും ഒക്കെ അടങ്ങുന്ന ഒരു മൂവബിൾ എക്യുപ്മെന്റ് ആണ് ക്രാഷ് കാർട്ട്, അഥവാ മറ്റു പേരുകൾ കോഡ് കാർട്ട് അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്നതിന്റെ പേര്. ഓക്കെ, മനസ്സിലായല്ലോ ക്രാഷ് കാർട്ട്. ചിത്രം നോക്കി വെക്കുക കേട്ടോ. ഇതാണ് ക്രാഷ് കാർട്ട്. ചിലപ്പോ കോഡ് കാർട്ട് എന്നാവും ചോദിക്കുക, അല്ലെങ്കിൽ മാക്സ് കാർട്ട് എന്നാവും ചോദിക്കുക. അപ്പൊ നിങ്ങൾ അത് കേൾക്കുമ്പോൾ ഇത് രണ്ടും എല്ലാം വ്യത്യാസമാണോ എന്ന് തോന്നരുത് കേട്ടോ. ഇത് രണ്ടും എല്ലാം സെയിം ആണ് കേട്ടോ. അടുത്തതാണ് നെബുലൈസർ. നമുക്കറിയാലോ, വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ്, കുട്ടികളുള്ള വീട്ടില് വയസ്സായ ആളുകളൊക്കെ ഉപയോഗിക്കുന്നതാണ് അല്ലെ നെബുലൈസർ എന്ന് പറയുന്നത്. It is a drug delivery instrument used to give the medication in the form of a mist inhaled into the lungs. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിനകത്തേക്ക് മരുന്നുകൾ എന്ന് പറയുന്നത് എങ്ങനെ കൊടുക്കുന്ന ഒരു മിസ്റ്റ് രൂപത്തിലാണ് പറയുന്നത്, ഒരു മഞ്ഞ് പോലെ അല്ലെ, ഒരു ഗേഷ്യസ് ഫോമിനകത്ത് രീതിയിൽ നമ്മുടെ ലങ്സിനകത്തേക്ക്, ശ്വാസകോശത്തിനകത്തേക്ക് മെഡിക്കേഷൻസ്, മരുന്നുകള് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നെബുലൈസർ എന്ന് പറയുന്നത്. Okay, nebulizers are mainly used in the treatment of cystic fibrosis. Cystic fibrosis എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ലങ്സിനെയൊക്കെ ബാധിക്കുന്നത്, ലങ്സിനെ മാത്രമല്ല നമ്മുടെ എന്താ പറയാ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, ഇൻഡസ്റ്റൈനൽ അല്ല കേട്ടോ, നമ്മുടെ അന്നനാളം. ഓക്കെ, ആ ട്രാക്ട്, ഈസോഫാഗസ് ട്രാക്ട്, അതുപോലെ തന്നെ എന്താ പറയാ ലങ്സ്, അതിനെയൊക്കെ ബാധിക്കുന്ന ഒരു അസുഖമാണ് കേട്ടോ സിസ്റ്റിക് ഫൈബ്രോസിസ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജനിതക വൈകല്യമൊക്കെ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ജനിതക വൈകല്യങ്ങളായിട്ട് വരുന്നുണ്ട്. സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലങ്സിന്റെ ഒക്കെ പ്രവർത്തനത്തിന് മോശമാകുന്ന തരത്തിലുള്ള ഒരു അസുഖമാണ് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള സിസ്റ്റിക് ഫൈബ്രോസിസ്, അതുപോലെ ആസ്മ പേഷ്യൻസ്,
നമുക്കറിയാം ആസ്മയുള്ളത്. പിന്നെ COPD നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ, ശ്വാസകോശ രോഗമാണ് അല്ലെ, വളരെ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗമാണ് COPD എന്ന് പറയുന്നത്, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്. ആൻഡ് അതർ റെസ്പിറേറ്ററി ഡിസീസസ് ഓർ ഡിസോർഡേഴ്സ്, മറ്റു പല ഈ പറയുന്ന ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, തകരാറുകൾ, ഇവിടെയൊക്കെ ഇതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് നെബുലൈസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ്. അടുത്തതാണ് ഇത് സ്റ്റീം ഇൻഹേലർ. എന്താണ് സ്റ്റീം ഇൻഹേലർ? എന്താണ് സ്റ്റീം ഇൻഹേലർ? ഈ ചിത്രം നിങ്ങൾ കണ്ടോ? പലരും കണ്ടിട്ടുണ്ടോ സ്റ്റീം ഇൻഹേലർ അല്ലെ? നോക്കാം എന്താണ് സ്റ്റീം ഇൻഹേലർ. ദ മോസ്റ്റ് കോമൺ ആൻഡ് മേജർ ബെനിഫിറ്റ് of the natural steam inhalation therapy is its marvelous way of ആവി പിടിക്കാൻ, വേപ്പറൈസർ, ആവി പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും അല്ലെ. ദ മോസ്റ്റ് കോമൺ ആൻഡ് മേജർ ബെനിഫിറ്റ് ഓഫ് ദ നാച്ചുറൽ സ്റ്റീം ഇൻഹേലേഷൻ തെറാപ്പി ഈസ് ഇറ്റ്സ് മാർവലസ് വേ ഓഫ് ട്രീറ്റിംഗ് ദ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഓർ കോംപ്ലിക്കേഷൻസ് generated with the warm and moist air while inhaling with this process of steam inhalation. വേറൊന്നുമില്ല, നമ്മൾക്ക് സ്റ്റീം ഇൻഹേലേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് നീരാവി എടുക്കാം അല്ലെ. നമ്മൾക്ക് അത് എന്താണ് ആവി പിടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ ഈ എക്യുപ്മെന്റ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോ വാമായിട്ട് ചൂടുള്ളതോ അല്ലെങ്കിൽ ഈർപ്പമുള്ളതോ ആയിട്ടുള്ള വായു ശ്വസിക്കുന്നത് മൂലം നമുക്ക് പല അസുഖങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് അല്ലെ. അത്തരത്തില് റെസ്പിറേറ്ററി പ്രോബ്ലംസ്, മറ്റെന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ളവർക്കൊക്കെ എന്താണ് സഹായിക്കുന്ന ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ് സ്റ്റീം ഇൻഹേലർ എന്ന് പറയുന്നത്. ഇതിലൂടെ ഇൻഹേൽ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള, പ്രത്യേകിച്ച് നമുക്ക് ഈ കാലാവസ്ഥ സംബന്ധമായിട്ടൊക്കെ വരുന്ന പ്രോബ്ലംസ് ഉണ്ടാവും, ജലദോഷം, മൂക്കടപ്പ്, തലവേദന അല്ല, ചെറിയ ശ്വാസതടസ്സങ്ങള്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റീം ഇൻഹേലർ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ചിത്രം നോക്കുക, സ്റ്റീം ഇൻഹേലർ ആണ്. അടുത്തതാണ് എന്ത്? എക്കോ. എന്താണ് എക്കോ? എന്താണ് എക്കോ എന്ന് പറയുന്നത്? എക്കോ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. The test is also known in the name of echocardiography or diagnostic cardiac ultrasound. എന്തൊക്കെ പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്? എക്കോന്റെ ഫുൾ ഫോം എന്താണ്? എക്കോകാർഡിയോഗ്രഫി അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് എന്ന് പറയും. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾ അതിന്റെ ഒരു ഇമേജ് എടുക്കണം. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നത് പോലെയാണ് അല്ലെ. ഓക്കെ, an echo uses sound waves to design the pictures of your heart's chambers, valves, അതുപോലെ തന്നെ വാൾസ് ആൻഡ് ദ ബ്ലഡ് വെസൽസ്. പ്രത്യേകം പറയുന്നുണ്ട് അയോർട്ട, ആർട്ടറീസ് ആൻഡ് വെയിൻസ്. അയോർട്ട എന്താണ്? മഹാധമനി അല്ലെ. അതുപോലെ ആർട്ടറി, ധമനികള്, വെയിനുകള് അറ്റാച്ച്ഡ് ടു യുവർ സ്കിൻ ആണ് കേട്ടോ. ഹാർട്ട് അല്ല അവിടെ വരിക, സ്കിൻ ആണ് കേട്ടോ. അതായത് നമ്മൾ എക്കോ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ കണ്ട ഇതൊരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഈ സംഭവത്തിന് നമ്മൾ ട്രാൻസ്ഡ്യൂസർ എന്നാണ് പറയാ. ഇതിൽ നമ്മൾ ചെറുതായിട്ട് എന്ത് ചെയ്യും, ജെല്ലൊക്കെ തേച്ചിട്ട് നമ്മൾ സ്കിന്നിൽ അറ്റാച്ച് ചെയ്യും അല്ലെ. സ്കിന്നിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് എന്താണ് അവിടെ സൗണ്ട് വേർബ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹാർട്ടിന്റെ ചാമ്പറുകൾ, അറകള്, വാൽവുകള്, ഭിത്തികള്, അതുപോലെ തന്നെ ബ്ലഡ് വെസൽസ് അല്ലെ, അയോർട്ട, ആർട്ടറീസ്, വെയിന്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കാണാനായിട്ട് ഉപയോഗിക്കും. അതന്നെ പ്രഗ്നൻസി ടൈമിൽ ഉപയോഗിക്കുന്നതല്ല കേട്ടോ. എക്കോ എന്ന് പറയുമ്പോൾ എക്കോ കാർഡ് അത് ഹാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് അൾട്രാസൗണ്ട് സ്കാനിങ് ആണ് കേട്ടോ. എക്കോ എന്ന് പറയുമ്പോൾ ഹാർട്ടിനാണ്, അത് കാർഡിയാക് അൾട്രാസൗണ്ട് ആണ് കേട്ടോ. മറ്റേത് നോർമൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആണ്. ഇത് എക്കോ ആണ് കേട്ടോ. അത് പ്രധാനമായിട്ടും ഹാർട്ടിന്റെ പർപ്പസിന്, പേര് തന്നെ ഡയഗ്നോസ്റ്റിക് കാർഡിയാക് അൾട്രാസൗണ്ട് ആണ് കേട്ടോ. ഹാർട്ടിന്റെ ഇതിനു വേണ്ടിയിട്ടാണ് എക്കോ യൂസ് ചെയ്യുന്നത്. നോക്കുക കേട്ടോ. എ പ്രോബ് കോൾഡ് എ ട്രാൻസ്ഡ്യൂസർ ഈസ് പാസ്ഡ് ഓവർ യുവർ ചെസ്റ്റ്. ഇതിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് കേട്ടോ. ആ ട്രാൻസ്ഡ്യൂസർ നമ്മൾ എന്ത് ചെയ്യാണ്, ചെസ്റ്റിനകത്ത് മൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആ ഒരു ഇമേജ് എടുക്കുന്നത്. ഹാർട്ടിന്റെ ചാമ്പേഴ്സിന്റെയും വാൽവുകളുടെയും അതുപോലെ തന്നെ വാൾസ്, ബ്ലഡ് വെസൽസ്, അതിന്റെ ഇമേജ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. EEG. EEG എന്താണ്? ഇത് EEGയുടെ ഫുൾ ഫോം ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം.
ഇലക്ട്രോ എൻസെഫാലോഗ്രാഫ് കേട്ടോ. എന്താണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്? സ്പെല്ലിംഗ് പറയണോ? ഇലക്ട്രോ ELECTRO ഇലക്ട്രോ എൻസെഫലോ ENCEPHALOGRAPH കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്. നമ്മൾ ECG പറഞ്ഞല്ലോ, അത് ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനാണ്. സെഫാലോ എന്തുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്? ബ്രെയിൻ ആണ് അല്ലെ. ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? an equipment that is used to എന്താണ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ അല്ലെ. ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് ഒരു എക്യുപ്മെന്റ് ആണ് അല്ലെ. ജസ്റ്റ് ഒന്ന് മാറ്റാം. EEG is used to find the problems in the electrical function of the brain that may be connected വിത്ത് സർട്ടൈൻ ബ്രെയിൻ ഡിസോർഡേഴ്സ് അല്ലെ. ഈ പറയുന്ന പോലെ നമുക്ക് എന്തെങ്കിലും ബ്രെയിൻ ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെ, ബ്രെയിൻ ഡിസോർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്ക പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ ഇലക്ട്രിക്കൽ ഫംഗ്ഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് EEG എന്ന് പറയുന്നത്. The measurements given by EEG are used to verify various conditions including seizure disorders such as epilepsy, head injury. എന്തിനൊക്കെയാണ് നമ്മളിത് സാധാരണ ഉപയോഗിക്കണ്ടാവും? തല മൊത്തം കുറെ ഇലക്ട്രോഡ്സ് ഒക്കെ വെച്ച് കണക്ട് ചെയ്തേക്കാണ്. അതായത് EEGയിലൂടെ നമുക്ക് പല ഡിസോർഡേഴ്സ് ബ്രെയിനിന് വരുന്നത്, അതായത് എപ്പിലെപ്സി, സീസർ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പിലെപ്സി ആണ് കേട്ടോ. എപ്പിലെപ്സി എന്ന് വെച്ചാൽ അപസ്മാരം കേട്ടോ. അപസ്മാരമാണ്, പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ നിന്നു പോകുന്ന അവസ്ഥയുണ്ടല്ലോ, എപ്പിലെപ്സി കേട്ടോ. എപ്പിലെപ്സി, അതുപോലെ ഹെഡ് ഇഞ്ചുറി, തലയ്ക്ക് എന്തെങ്കിലും പരിക്കേൽക്കോ അപസ്മാരോ അങ്ങനെയുള്ള വൈകല്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ അതൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ ഒരു EEGയോട് നമുക്ക് സാധിക്കും. ഓക്കെയാണ്. ഇപ്പൊ ഇത്രയും വരെ ഉള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് നിങ്ങളോട് പറഞ്ഞിരുന്നു, പോവരുത് കേട്ടോ ലെഫ്റ്റ് ചെയ്യില്. അപ്പോ ഞാൻ നിങ്ങളോട് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ അറിയിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഫാമിലി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പൊ പോവരുത്. ഞാൻ റെക്കോർഡ് മിനിറ്റ്